ഞാൻ പഠിച്ച പുസ്തകം പാത്തുമ്മയുടെ ആടാണ്. അപ്പോൾ എനിക്ക് പാത്തുമ്മയുടെ ആട് വായിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം, ആരാധന ഒക്കെ തോന്നി തുടങ്ങിയത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷാ ശൈലി, നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കഥയാണ്, അത് നമുക്കിടയിൽ നടക്കുന്ന ഒരു കഥയാണെന്നുള്ള തോന്നൽ, അതാണ് ബഷീർ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1959 പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിക്കുന്നത്. 1954 ആണ് ബഷീർ പാത്തുമ്മയുടെ ആട് എഴുതി തുടങ്ങുന്നത്. അതിനൊരു സമാധാനമായ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട്, ഒരു കഥ എഴുതുക എന്നുള്ളൊരു തീരുമാനത്തോടെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം വീട് അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെല്ലുന്ന ബഷീറിന് അവിടെ കിട്ടുന്ന ഒരു അവിടുത്തെ നമ്മുടെ വീടിനെ കുറിച്ച് തന്നെ എഴുതുക എന്നുള്ളൊരു ചിന്ത. അവിടെയുള്ളത് ബഷീറിൻ്റെ ഉമ്മ, സഹോദരങ്ങളുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, എല്ലാവരുടെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് പാത്തുമ്മയുടെ ആട്. ഈ പാത്തുമ്മയുടെ ആട് 1954 എഴുതി തുടങ്ങി. 1954 ഏപ്രിൽ 27 ആയപ്പോഴത്തേക്കും കഥ എഴുതി തീർന്നതിന് ശേഷം അത് എഴുതി അതേപോലെ തന്നെയാണ്. അത് പാത്തുമ്മയുടെ ആടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എഴുതിയിട്ട് അത് ആ എഴുത്തിൻ്റെ അതേ ശൈലിയിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. കാരണം അത് പിന്നീട് ഒന്ന് മറിച്ച് നോക്കുകയോ അത് വീണ്ടും ഒന്ന് പുതുമോടി പിടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എങ്ങനെ എഴുതിയോ അങ്ങനെ തന്നെയാണ് ആ കൃതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.